ഇസ്രയേൽ ഗസയിലേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാ വസ്തുക്കളുടെയും പ്രവേശനം നിർത്തിവെച്ചു. ഐക്യരാഷ്ട്രസഭയും മറ്റ് മാനുഷിക സഹായദാതാക്കളും തീരുമാനത്തെ ശക്തമായി അപലപിച്ചു. ഇസ്രയേലിന്റെ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UN വ്യക്തമാക്കി. ഗസയിലെ 20 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് യുദ്ധകാലത്ത് പട്ടിണി ഒരു വലിയ പ്രശ്നമായിരുന്നു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ അന്താരാഷ്ട്ര സഹായങ്ങൾ എത്തിയതാണ് താൽക്കാലിക ആശ്വാസമായത്. അതാണിപ്പോൾ ഇസ്രയേൽ തടയുന്നത്. ഗസയെ ഇസ്രായേൽ കൊള്ളയടിക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുകയാണെന്ന് സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രാലയം അപലപിച്ചു. കൂട്ടായ ശിക്ഷയുടെ അശ്രദ്ധമായ പ്രവൃത്തി എന്നാണ് സന്നദ്ധ സംഘടനകളുടെ സംയുക്ത സംരംഭമായ ഓക്സ്ഫാം ഇന്റർനാഷണൽ ഇതിനെ വിലയിരുത്തിയത്. പട്ടിണിയെ ഒരു ആയുധമായി ഇസ്രായേൽ ഉപയോഗിക്കുന്നുവെന്ന് ഈജിപ്ത് ആരോപിച്ചു. വരും ദിവസങ്ങളിൽ ഗസയിൽ കടുത്ത പട്ടിണി മരണങ്ങളും പ്രതീക്ഷിക്കാമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. രാത്രിയിൽ പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് അമിതമായി ഭക്ഷണം കഴിക്കുന്നതിനെതിരെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ മുന്നറിയിപ്പ്. ഇത് ഉറക്കത്തിലെ അസ്വസ്ഥതകൾക്കും ആസിഡ് റിഫ്ലക്സിനും ഇടയാക്കുമെന്നാണ് DHA അറിയിച്ചത്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയും ദുബായ് മുനിസിപ്പാലിറ്റിയും റംദാൻ മാസത്തിൽ ജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും നിലനിർത്താൻ സഹായിക്കുന്നതിന് പുറപ്പെടുവിച്ച പ്രത്യേക നിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കൊഴുപ്പുള്ള ഭക്ഷണം, ശീതളപാനീയങ്ങൾ എന്നിവ കഴിക്കുന്നത് പോലുള്ള അനാരോഗ്യകരമായ ശീലങ്ങൾ ഒഴിവാക്കണമെന്നും ഉപവാസം അനുഷ്ഠിക്കുന്നവർ സമീകൃതാഹാരം നിലനിർത്താനും ഫാസ്റ്റ് ഫുഡും കൊഴുപ്പും പഞ്ചസാരയും കൂടുതലുള്ള ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്താൻ ശ്രമിക്കണമെന്നുമാണ് മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശം. സുഹൂറിന് ഉണരുന്നതിന് മുമ്പ് കുറഞ്ഞത് 4 മണിക്കൂർ ഉറങ്ങണമെന്നും അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. ബാങ്കുകൾ ഉപഭോക്തൃ ആശയവിനിമയത്തിനായി വാട്സപ്പ് പോലുള്ള ഇൻസ്റ്റന്റ് മെസ്സേജ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നത് സൗദി സെൻട്രൽ ബാങ്ക് വിലക്കി. വാട്സപ്പ് പോലുള്ള ഇൻസ്റ്റന്റ് മെസ്സേജുകളുടെ വിശ്വാസ്യതയെയും സുരക്ഷാ അപകട സാധ്യതകളെയും ചൂണ്ടിക്കാട്ടിയാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇൻ-ആപ്പ് ലൈവ് ചാറ്റ് അല്ലെങ്കിൽ ചാറ്റ്ബോട്ട് സേവനങ്ങൾ പോലുള്ള സുരക്ഷിതമായ ബദലുകൾ സ്വീകരിക്കാനാണ് ബാങ്കുകളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. UAE പല ഭാഗങ്ങളിലും നാളെ പുലർച്ചെ അന്തരീക്ഷം പൊടി നിറഞ്ഞതാകാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം. അതിരാവിലെ ദൂരക്കാഴ്ച കുറയുമെന്നും മുന്നറിയിപ്പുണ്ട്. ഉൾപ്രദേശങ്ങളിൽ മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. അറബിക്കടലും ഒമാൻ കടലും പ്രക്ഷുബ്ധമാകുമെന്നതിനാൽ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. UAE റംദാനിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത് ഉച്ചയ്ക്ക് 1 മണി മുതൽ വൈകുന്നേരം 4 വരെയെന്ന് വിദഗ്ധർ. ഇതിൽ തന്നെ 3 മുതൽ 4 വരെയാണ് ഏറ്റവും അപകടകരമായ മണിക്കൂർ എന്നുമാണ് കണ്ടെത്തൽ. ഓഫീസ് വിട്ട് തിടുക്കത്തിൽ വീട്ടിലെത്താൻ ശ്രമിക്കുന്നതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നത്. വ്രതാനുഷ്ഠാനത്തിന്റെ ക്ഷീണവും മയക്കവും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്നിട്ടുള്ളത് ബുധനാഴ്ചയിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും സുരക്ഷിതമായ സമയം പുലർച്ചെ 3 മുതൽ 4 വരെയാണ്. പുതിയ ഇന്ത്യൻ വിമാന കമ്പനിയായ ആകാശ് എയർ ബാംഗ്ലൂരുവിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും അബുദാബിയിലേക്ക് നേരിട്ടുള്ള സർവീസുകൾ ആരംഭിച്ചു. ബംഗളൂരുവിൽ നിന്നുള്ള വിമാനം ദിവസവും രാവിലെ 10 മണിക്ക് പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:35 അബുദാബിയിൽ ഇറങ്ങും. മടക്ക വിമാനം പുലർച്ചെ 3 മണിക്ക് പുറപ്പെട്ട് ഇന്ത്യൻ സമയം രാവിലെ 8:45 ബംഗളൂരുവിൽ ഇറങ്ങും. അഹമ്മദാബാദിൽ നിന്നുള്ള പ്രതിദിന വിമാനം രാത്രി 10:45 പുറപ്പെട്ട് പുലർച്ചെ 1 മണിക്ക് അബുദാബിയിൽ ഇറങ്ങും. അബുദാബിയിൽ നിന്ന് ഉച്ചയ്ക്ക് 2:50 പുറപ്പെടുന്ന വിമാനം രാത്രി 7:25 അഹമ്മദാബാദിൽ ഇറങ്ങും. നിലവിൽ ആകാശ് എയർ മുംബൈയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇതിന്റെ വിജയത്തെ തുടർന്നാണ് ബംഗളൂരുവിലേക്കും അഹമ്മദാബാദിലേക്കും കൂടി സർവീസ് ആരംഭിച്ചതെന്ന് എയർലൈൻ വൃത്തങ്ങൾ അറിയിച്ചു. സ്വർണ്ണവില ഉയർന്നു. ദുബായിൽ വിപണി ആരംഭിച്ചപ്പോൾ സ്വർണ്ണവില ഗ്രാമിന് 1 ദിർഹമാണ് ഉയർന്നത്. 24 കാരറ്റ് ഗ്രാമിന് 345 ദിർഹം 50 ഫിൽസാണ് ഇന്നത്തെ വില. 22 കാരറ്റിന് 321 ദിർഹം 50 ഫിൽസും 21 കാരറ്റിന് 308 ദിർഹം 50 ഫിൽസും 18 കാരറ്റിന് ഗ്രാമിന് 264 ദിർഹം 25 ഫിൽസുമാണ് ഇന്നത്തെ വില. മനുഷ്യത്വത്തെ പുനർനിർമ്മിക്കുക എന്നത് പ്രധാന ദൗത്യമായിരിക്കണമെന്നും മറ്റേതൊരു പുനർനിർമ്മാണ പദ്ധതിയെക്കാളും അത് സുപ്രധാനമാണെന്നും ഷാർജ ഭരണാധികാരി ഇസ് ഹൈനസിന്റെ ഭാര്യയും ബികാർ ഫൗണ്ടേഷൻ ചെയർപേഴ്സണുമായ ഷെയ്ഖ ജവഹർ ബിൻ മുഹമ്മദ് അൽ കാസ്മി പലസ്തീനിലെ തവൂൺ ഫൗണ്ടേഷനുമായി സഹകരിച്ച് 20,000-ലധികം അനാഥരായ കുട്ടികളെ സഹായിക്കുന്നതിനായി ആരംഭിച്ച ജവഹർ അൽ കാസ്മി ഫോർ ഗസ ക്യാമ്പയിന് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു അവർ. നാശത്തിന്റെ മേൽ അനുകമ്പ വിജയിക്കുമെന്നും ലോകത്തെവിടെയുമുള്ള കുട്ടികളെ അവരുടെ കഷ്ടപ്പാടുകളിൽ ഉപേക്ഷിക്കാൻ തങ്ങൾക്കാവില്ലെന്നും അവർ വ്യക്തമാക്കി. ഷാർജ ഇന്ത്യൻ അസോസിയേഷന് കീഴിലുള്ള നിശ്ചയദാർഢ്യക്കാരായ കുട്ടികളുടെ വിദ്യാലയം അൽ ഇബ്തിസാമ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കളർഫുൾ കമ്മ്യൂണിറ്റീസ് പദ്ധതിക്ക് തുടക്കമായി. ദുബായ് ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനും ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ രക്ഷാധികാരി അഹമ്മദ് മുഹമ്മദ് അഹമ്മദ് അൽ
മിത്ഫയും ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിനായി US ആസ്ഥാനമായ PPG ഇൻഡസ്ട്രീസും അമിറ്റി യൂണിവേഴ്സിറ്റിയും സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കളർഫുൾ കമ്മ്യൂണിറ്റീസ്. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അമിറ്റി യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ റാഫിദ് അൽ ഖദ്ദാർ, PPG മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ ജീൻ ഫ്രാൻസുവ ലമായിർ എന്നിവർ ആശംസകൾ അറിയിച്ചു. പദ്ധതിയിൽ പങ്കാളികളായ PPG ഇൻഡസ്ട്രീസിലും അമിറ്റി യൂണിവേഴ്സിറ്റിയും അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ്, കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ നൽകി. പദ്ധതിയുടെ വിജയത്തിനായി പ്രവർത്തിച്ച സലീഷ്, അബ്രഹാം സാമുവൽ, സക്കീന എന്നിവരെ ചടങ്ങിൽ അഭിനന്ദിച്ചു. തിസാമ പ്രിൻസിപ്പൽ ഇഷാദ് ആദം സ്വാഗതവും ഇന്ത്യൻ അസോസിയേഷൻ ട്രഷറർ ഷാജി ജോൺ നന്ദിയും പറഞ്ഞു. വൈസ് പ്രസിഡന്റ് പ്രദീപ് നന്മാറ, ഓഡിറ്റർ ഹരിലാൽ, ജോയിന്റ് ട്രഷറർ PK റജീബ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അബ്ദുമനാഫ്, KK താലിബ്, AB മധു, പ്രഭാകരൻ പയ്യന്നൂർ, അനീസ് റഹ്മാൻ, മുഹമ്മദ് അബൂബക്കർ, യൂസഫ് സഗീർ, സുജനൻ ജേക്കബ്, മാത്യു മനപ്പാറ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.